വരുന്ന കുടുംബനാഥൻ അത് നമ്മുടെ വാപ്പയല്ല, ഉമ്മയല്ല, മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് തിരിച്ചറിഞ്ഞ സഹാബാക്കളെല്ലാം മറന്ന് മുത്ത് മുസ്തഫാനെ പ്രണയിച്ചു. എന്നെ കേൾക്കുന്ന പെങ്ങളെ, മുടി മറക്കാതെ മാറി മറക്കാതെ നീ പുറത്തിറങ്ങല്ലേ. ബസ്സിൽ കയറുന്ന സമയത്ത് നിന്റെ കാലിന്റെ തണ്ടം ഭാഗം കാണുന്നത് ശ്രദ്ധിക്കണേ. മൊബൈലുമായി നടക്കുന്ന പൂവൻ കോഴികളായ ചെറുപ്പക്കാരൻ മറക്കല്ലേ. അവർക്കുള്ള പെടക്കോഴികളായി നിങ്ങൾ മാറല്ലേ. കള്ളും കഞ്ചാവും തന്ന് പാഞ്ചാൻ പറന്നു നടക്കുന്ന കരുവന്മാരെയും വിസ്മരിക്കല്ലേ. ഇന്നലെയും തീവരെടുത്ത് കള്ളു കുടിച്ചുകൊണ്ട് അഴിമതി കൂടിയ ദൈവസകാന്തരീക്ഷം സൃഷ്ടിച്ച ചെറുപ്പക്കാരെ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ? എനിക്ക് ബഹുമാനായ കുട്ടിയെ കാഴ്ച കിട്ടണം ഞാൻ കണ്ടത്. അദ്ദേഹം സുഖമില്ലാതെ കിടക്കുകയാണ്. അല്ലാഹു ശിഫയാക്കി കൊടുക്കട്ടെ. ഉമ്മമാരെ, മക്കളെ ശ്രദ്ധിച്ചോ. എമ്മയുടെ കാലമാണ്, യുദ്ധത്തിന്റെ കാലമാണ്, പരിഹാസത്തിന്റെ കാലമാണ്, ചാടിപ്പോക്കിന്റെ കാലമാണ്, ഫാത്തിമാകുമാരന്റെ കൂടെ കഴിയുന്ന കാലമാണ്, ലക്ഷ്മി ശംസുദ്ദീന്റെ കൂടെ കഴിയുന്ന കാലമാണ്, മറിയം ജോസഫിന്റെ കൂടെ കഴിയുന്ന കാലമാണ്, മേരിയം അബ്ദുൽ അസീസിന്റെ കൂടെ കഴിയുന്ന കാലമാണ്. കാലം വിചിത്രമാണ്. രംഗപ്രവേശനം ചെയ്യുന്ന വാർത്തകളൊക്കെ ഹൃദയം എടുക്കുന്നതാണ്. കുടുംബത്തിന്റെ കുളത്തോടുന്ന കാലമാണ്. ഗാനമേള കൊണ്ട് കല്യാണങ്ങളെ ദുഷിപ്പിക്കല്ല പെങ്ങള്. അവിടെ അല്ലാഹുവിന്റെ ലാനത്തിറങ്ങുമെന്ന് നിങ്ങളുടെ പണത്തിന്റെ കൊഴുപ്പ് കൊണ്ട് റബ്ബിന്റെ ദീനെ വലിച്ചെറിഞ്ഞുകൊണ്ട് ഓഡിറ്റോറിയങ്ങളുമായി വശമാക്കിയാൽ ഓരോ ഓഫീസിലും കൃത്യമായി അഡ്വാൻസ് ടോക്സി പറയുന്ന പരലോകത്തിനോ അതിന്റെ അതാവിന്റെ ബാക്കി വസ്ത്രം കിട്ടുന്നതാണ്. പണം അല്ലാഹു നൽകിയതാണെന്ന് മറക്കല്ലേ. മുതലാളിമാരെ, കല്യാണങ്ങളെ അടിമസമത്തല്ലേ. ഞാൻ ഒരാളെയും കൂടി സദസ്സിൽ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അത് താക്കത്തറയുടെ കാരണവരാണ്. മഹാനരായ ഗുരുവിശേഷ പ്രസ്ഥാനത്തിന്റെ ചുക്കാൻ പിടിച്ച ആശിഖുർ റസൂൽ അവരുടെ കണ്ണീർ നദിയെ കാണിപ്പിക്കുമാറൊഴിയ സ്ഥലമല്ലേ മദീന. മദീനയിൽ നിന്ന് വന്നവർ ഈ സദസ്സിലുണ്ട്. മദീനയിലേക്ക് പോവാൻ കൊതിക്കുന്നവരും ഈ സദസ്സിലുണ്ട്. മദീന വിശ്വാസിയുടെ നിത്യഹരിതമാണ്. അല്ലാഹ് മദീനയിൽ എത്തേണ്ടത് പോലെ നീ ഒന്ന് എത്തിക്കണേ അല്ലാഹ്. എന്തോ ഒരു രസമാണ് വിരിയുന്ന കൊടകൾക്കിടയിലൂടെ പച്ചക്കുപ്പ കണ്ടേ. അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ്. ഇമാം നബവി റഹിമഹുല്ലാഹ് ഇലാഹിയെ രേഖപ്പെടുത്തുന്നു. അവിടെ എത്തിയാൽ പിന്നെ വൈഭവത്തിന്റെ സീന വേണ്ട, സിതാവിന്റെ സീന മതി. നേരെ മുമ്പിലുള്ളത് അല്ലാഹുവിന്റെ റസൂലാണ്. അതുകൊണ്ട് പലരും അവിടെ പോയി കരയുകയാണ്. എന്നാണ് ഈ കരച്ചിൽ തുടങ്ങിയത്? വഫാത്തായ അന്ന് മുതൽ തുടങ്ങിയ കരച്ചിലാണ്. മുത്ത് മുസ്തഫ